ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മസാലയിൽ പൊള്ളിച്ചെടുത്ത മീനിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, നിങ്ങൾക്ക് വേണേൽ സാധാ മുളക് പൊടി എടുക്കാവേ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശേഷം 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അല്പം ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിൽ ഒഴിക്കുന്നത് ഈ വീഡിയോയിൽ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അല്പം ഓയിൽ കൂടി ഒഴിച്ച് അതിലേക്ക് ലേശം വെള്ളം കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ടകളെല്ലാം ഉടച്ചു കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. നിങ്ങൾ ആ പൊടികളൊക്കെ ചേർക്കുന്ന കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പോട് ചേർത്ത് കൊടുത്ത് ഇളക്കണം. ഉപ്പോട് ഇട്ടതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് പുരട്ടി കൊടുക്കാം. ഞാൻ തിലോപ്പിയ മീനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മീനാണ് തിലോപ്പിയ. അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും തിലോപ്പിയ തന്നെ എടുക്കുന്നത്. നല്ലവണ്ണം അപ്പുറം ഇപ്പുറവും അകത്തും എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10-15 മിനിറ്റ് നമുക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇവിടെ ഞങ്ങൾക്ക് കൂടുതലും തിലോപ്പിയ മീനാണ് ഓഫറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമായതുകൊണ്ടും ഞാൻ തിലോപ്പിയ മീനാണ് കൂടുതലും മേടിക്കാറുള്ളത്. അങ്ങനെ 10-15 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് അല്പം ഓയിൽ ചേർക്കാം. ഓയിൽ ഒഴിച്ച് പാൻ്റെ എല്ലാ ഭാഗത്തേക്കും പുരട്ടിയതിന് ശേഷം നമുക്ക് ഓരോ മീനുകളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മസാലയെല്ലാം കരിഞ്ഞ് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ എണ്ണ ഒഴിക്കുന്ന സമയത്ത് അല്പം കറിവേപ്പില കൂടി ഇട്ടിട്ട് നമ്മൾ മീൻ അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടി പിടിക്കുന്നത് ഒഴിവാക്കാം. തിലോപ്പിയ ഒരുപാട് മുരിഞ്ഞു വരാത്ത മീനായതുകൊണ്ട് അത് തിരിച്ചിടുന്ന സമയത്ത് മാംസമൊക്കെ കുറച്ച് ഇളകി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ കറിവേപ്പില കൂടിയെല്ലാം ഇട്ടു. അത് ഒരു സൈഡ് വെന്തതിന് ശേഷം മറിച്ചിടാം. കണ്ടോ, ഞാൻ മറിച്ചിട്ട സമയത്ത് കുറച്ചൊക്കെ മാംസ കഷ്ണങ്ങൾ അവിടെ ഇവിടെ ഇളകിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വാഴയില വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് പൊള്ളിച്ചു കഴിഞ്ഞാൽ അത് ഈ അടി പിടിക്കുന്ന ഒഴിവാക്കാം. ശേഷം ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമുക്ക് അല്പം ജീരകം, സാധാ ജീരകം ഇട്ട് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് പെരുംജീരകം, അതായത് വലിയ ജീരകം, നമ്മുടെ നാട്ടിലേക്ക് പെരുംജീരകം എന്നാണ് പറയുന്നത്, വലിയ ജീരകം ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് അതൊന്ന് ചെറുതായി നിറം മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം അതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 2 ചെറിയ സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവോള ചേർത്ത് കൊടുത്ത് നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാം. സവോള കൂടി ചേർത്ത് നല്ലവണ്ണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് വഴറ്റാം.
സവോള നല്ലവണ്ണം വഴറ്റിയെടുത്തതിന് ശേഷം, ഇതെൻ്റെ സ്വന്തം റെസിപ്പി ആട്ടോ, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻസ് താഴെ അറിയിക്കണേ. ഉള്ളിയെല്ലാം നല്ലവണ്ണം വഴറ്റി എടുത്തതിന് ശേഷം, അതുപോലെ തന്നെ സവോള വഴറ്റുന്ന സമയത്ത് നമ്മൾ അല്പം ഉപ്പുകൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവോള നമുക്ക് വേഗം വഴന്ന് കിട്ടും. അതുകൊണ്ട് അങ്ങനെ ഒന്ന് നോക്കുക. സവോള വഴറ്റിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നിറം മാറി വരുന്ന സമയത്ത് നമുക്ക് അല്പം മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഉലുവാപ്പൊടി, അല്പം ഉലുവാപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നല്ലവണ്ണം ആ പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു തക്കാളി ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ തക്കാളി കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ആ തക്കാളിയൊക്കെ നല്ലവണ്ണം ഒന്ന് അലിഞ്ഞു വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ശേഷം വാളംപുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് അതുകൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളി പിഴിഞ്ഞ് ഒഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ വാളംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചാണ് ഒഴിച്ചു കൊടുത്തത്. ശേഷം അല്പം വെള്ളം കൂടി ചേർത്ത് ആ മസാല ഒന്ന് ലൂസ് ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു കുഴമ്പ് പരുവത്തിന് നമുക്ക് ലൂസ് ആകത്തക്ക വിധം നമുക്ക് അല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ നമ്മൾ ഇളക്കി, ഇച്ചിരി മെനക്കെട്ട പണിയാണ്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ് ഈ മീൻ കഴിക്കാൻ. നിങ്ങൾ ഒരു വട്ടം ഒന്ന് ഉണ്ടാക്കി നോക്ക്. മസാലയെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇടാം. പൊടിയാതെ തന്നെ ഓരോ മീനുകളായി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് മസാലയൊക്കെ നമുക്ക് ഒന്ന് മുകളിലേക്കൊക്കെ മീനിൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ലവണ്ണം ആ മസാലയെല്ലാം മീനിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കണ്ടോ, ഇപ്പം നല്ലവണ്ണം ആ മസാലയ്ക്കകത്ത് കിടന്ന് മീൻ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയുടെ ടേസ്റ്റും എല്ലാം കൂടെ അതിനുള്ളിലേക്ക് മീനിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അവസാനമായിട്ട് നമുക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. മല്ലിയില ചെറുതായിട്ട് ഇട്ടു. മല്ലിയില ഇഷ്ടമല്ലാത്തവർ ഇട്ട് കൊടുക്കണ്ട, അതിന് പകരം കറിവേപ്പില ഇട്ടാൽ മതി. ഞാനിവിടെ മല്ലിയിലയും അല്പം കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടെ അതിലേക്കൊന്ന് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ടാറ്റ, ബൈ ബൈ.